ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 28ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അത്തായൊക്കെ കഴിച്ചിട്ട് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നാണെങ്കിൽ മോൾക്ക് സ്കൂളിൽ എക്സാം ഇല്ല കേട്ടോ. ഓൾക്കാണെങ്കിൽ എക്സാം ഇടവിട്ടിട്ട് 2-3 ദിവസം കൂടുമ്പോഴും അതുപോലെ തന്നെ ഇടവിട്ടിട്ടാട്ടോ എക്സാം നടക്കുന്നത്. അപ്പം എക്സാം ഇല്ലാത്ത ദിവസം ഞാൻ കുറച്ചധികം നേരം തന്നെ കിടക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് വന്നപ്പോഴേക്കും അനിയത്തി അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. മോൾക്കാണെങ്കിൽ സ്കൂളുണ്ട് കേട്ടോ. എക്സാം തുടങ്ങിയിട്ടില്ലേ, സ്കൂളുണ്ട് ഇപ്പം. അപ്പോൾ പിന്നെ ഓളൊന്നും വേഗം എണീച്ചിട്ട് വീട്ടിലത്തെ പണികളൊക്കെ വേഗം തീർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചധികം നേരം തന്നെ കിടന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാഞ്ഞപ്പം ചെടിക്കൊക്കെ വെള്ളം നനക്കാൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു. പിന്നെ ഞാനിതാ മുറ്റത്തൊക്കെ വെറുതെ ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്, പക്ഷെ നല്ല കാറ്റ് കേട്ടോ, നല്ല സുഖമുള്ളൊരു കാറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെറുതെ പുറത്തൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരമായിരുന്നേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഫുഡായിട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. അതിന് ശേഷം പിന്നെ അതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തതിന് ശേഷം കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ തന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള ജ്യൂസും പിന്നെ പൊരി ഐറ്റംസൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഒന്നും കൂടി ക്രഷ് ചെയ്തതും പിന്നെ ലേശം ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടി ക്രഷ് ചെയ്തത് വേണമെങ്കിൽ അതിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കട്ടെ കഴിക്കാൻ. പിന്നെ അതിന് ശേഷം നമ്മുടെ ബിരിയാണിക്കുള്ള റൈസൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ റൈസൊക്കെ ലെയറായി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില, സവാള ഫ്രൈ ചെയ്തതും പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം നേരം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര തിരക്കേക്കാരല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ എല്ലാ വീഡിയോസും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ എനിക്ക് കഴിയുന്നതൊക്കെയാണ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈമായപ്പോൾ ടേബിൾ മേലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ സമൂസ ഉണ്ട്. പിന്നെ ആ സമൂസൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് തന്നെ ഒരു ബ്രെഡിൻ്റെ സാൻഡ്വിച്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ തരി കാച്ചിയത്, കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസായിട്ട് ഓറഞ്ച് ജ്യൂസായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നോമ്പൊക്കെ തുറന്നു കേട്ടോ. നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ചു. അങ്ങനെ പിന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കുള്ള ഫുഡ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് വേഗം തന്നെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങുക കളിക്കുക എന്താ വെച്ചാൽ ചെയ്തോളുമല്ലോ. അങ്ങനെ അവരിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുട്ടികൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ സിറ്റ് ഔട്ടിലൊക്കെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.